ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. ബിസ്ക്കറ്റ് പുഡിങ്ങാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ സാധിക്കുന്നതും എന്നാൽ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നതുമായിട്ടുള്ള ഒരു പുഡിങ്ങാണ്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കണം നോക്കാം. അതിനു മുന്നേ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കണം നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് പ്രധാനമായിട്ടും ബിസ്ക്കറ്റാണ് വേണ്ടത്. ഏത് ടൈപ്പ് ബിസ്ക്കറ്റ് വേണമെങ്കിലും എടുക്കാം. ഒരു അരക്കപ്പ് പഞ്ചസാര, ഒരു അര ടീസ്പൂൺ വാനില എസൻസ്, ഒരു 1/4 കപ്പ് കൊക്കോ പൗഡർ, 1 കപ്പ് പാല്, 2 ടീസ്പൂൺ കോൺഫ്ലവർ. ഇനി ഒരു ബൗളിലേക്ക് നമുക്ക് ആദ്യം കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുക്കാം. അരക്കപ്പ് മുഴുവൻ ഞാൻ എടുത്തിട്ടില്ല. നല്ല മധുരം വേണമെന്നുള്ളവർക്ക് അരക്കപ്പ് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പാൽ ഒഴിച്ചു കൊടുക്കാം. പാൽ കുറച്ചായിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ആ പഞ്ചസാര ഒന്ന് നന്നായിട്ട് മെൽറ്റ് ആവണ വരേക്ക് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുക. കട്ടയൊന്നുമില്ലാതെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി അതിലേക്ക് ഒരു 2 ടീസ്പൂൺ കോൺഫ്ലവർ എടുത്ത് വെച്ചിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കുക. കോൺഫ്ലവർ നമുക്ക് പാലിലൊന്ന് മിക്സ് ചെയ്ത ശേഷം ഒഴിച്ചു കൊടുത്താലും മതി. ഇങ്ങനെ ഇട്ട് കൊടുത്താലും നമുക്കത് നന്നായിട്ട് മിക്സായിട്ട് വരും. കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ അതൊക്കെ നന്നായിട്ട് മിക്സായിട്ട് വരും. ഇപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് പാല് മുഴുവൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് പാലും കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മൊത്തത്തിലൊരു 1/4 കപ്പ് പാലാണ് ഇതിലേക്ക് വേണ്ടി ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അതും കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ വാനില എസൻസും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അതും കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഈ മിക്സ് നന്നായിട്ട് ഇളക്കി കൊടുത്ത ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്ക് സ്റ്റൗ ഒന്ന് ഓൺ ചെയ്ത് വയ്ക്കാം. ഇത് ഇളക്കി കൊടുക്കുക. ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അടി പിടിക്കാതിരിക്കണം. അപ്പോൾ നന്നായിട്ട് അതൊന്ന് അടിയൊക്കെ ഇളക്കി കൊടുക്കണം. ഒരു 2 ടീസ്പൂൺ ബട്ടറും കൂടി നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നാക്കി ഇളക്കി കൊടുക്കുക. ബട്ടറൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ഒരു നല്ല സ്മെല്ലും ഒരു ഗ്ലേസിംഗ് ഒക്കെ കിട്ടും. അതിന് വേണ്ടി ഇട്ട് കൊടുക്കണത്. അപ്പോൾ അത് കുറുകിയിട്ട് ഈ ഒരു തിക്നെസ്സിൽ വന്നാൽ മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ ഒരു രീതിക്കാണ് നമുക്കതിൻ്റെ മിക്സ് വേണ്ടത്. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ബിസ്ക്കറ്റ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചു കൊടുക്കാം. മിക്സിയിലൊന്നും അത് ആവശ്യമില്ല, പൊടിക്കേണ്ട ആവശ്യമില്ല. ഈ രീതിയിൽ മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് അതൊന്ന് ബിസ്ക്കറ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി. ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ആ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ചൂടോട് കൂടി തന്നെ നമ്മളത് ഒഴിച്ചു കൊടുക്കണത്. ഇതൊന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇത് ഏതിലാണ് സെറ്റ് ചെയ്യണമെങ്കിൽ ആ പാത്രം എടുത്ത് വയ്ക്കുക. ഞാനൊരു 6 ഇഞ്ചിൻ്റെ ഒരു കേക്ക് ടിന്ന് എടുത്തിരിക്കുന്നത്. അതിൽ ബട്ടർ പേപ്പർ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒരു ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ലെവലാക്കി കൊടുക്കുക. അത് എല്ലാ സൈഡും ഒരേപോലെ ഒന്ന് ലെവലാക്കി കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് ഒരു 2 മണിക്കൂറൊന്ന് ചെറുതായിട്ടൊന്ന് തണുത്ത ശേഷം ഒരു 2 മണിക്കൂറൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് സെറ്റാക്കി എടുക്കാം. ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 2 മണിക്കൂറൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് തന്നെ സെറ്റായി കിട്ടും. അപ്പോൾ അത് നല്ല രീതിയിലൊന്ന് സെറ്റായി വന്നിട്ടുണ്ട്. നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ വളരെ ടേസ്റ്റുള്ള ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ.